Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള 2013 ജൂലൈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. Question 3. Product of the roots of the equation mod x square minus mod x minus 12 equal to 0. So equationന്റെ റൂട്ട്സിന്റെ പ്രോഡക്റ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നോക്കാം. So നമുക്ക് തന്നിരിക്കുന്നത് equation mod x square minus mod x minus 12 equal to 0. നമുക്കറിയാം mod x ന്റെ വാല്യൂ equal to x for x greater than 0 and minus x for x less than 0 ആണ്. So ഇപ്പോൾ രണ്ട് കേസ് ആയിട്ട് എഴുതാം. So x greater than 0 ന് x square minus x minus 12 equal to 0 and x less than 0 ന് നമുക്ക് x square plus x minus 12 equal to 0. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്യാണ് സെപ്പറേറ്റ്ലി. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. സോ നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 4 ഓർ മൈനസ് 3. നമ്മൾ ഈ കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള റൂട്ട്സ് ആണ് വേണ്ടത്. സോ ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 4 മാത്രമേ വരത്തുള്ളൂ. therefore എക്സ് ഈക്വൽ ടു 4. സിമിലർലി നമ്മൾ ഈ കേസ് നോക്കുകയാണ്. ഈ കേസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. So x plus 4 into x minus 3 എന്ന് കിട്ടും. സോ ഇതിന് നമുക്ക് x equal to minus 4, 3. നമുക്ക് ഇവിടെ x ലെസ് ദാൻ 0 ആയിട്ടുള്ള റൂട്ട്സ് ആണ് വേണ്ടത്. സോ ഇവിടെ നമ്മുടെ x എന്ന് പറയുന്നത് equal to minus 4. therefore നമ്മുടെ ഈ ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് x equal to 4 ഉം x equal to minus 4 ആണ്. therefore product of roots എന്ന് പറയുന്നത് 4 into minus 4 that is equal to minus 16. സോ നമുക്ക് കിട്ടിയ ആൻസർ മൈനസ് 16 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 5. The sum of the series sigma r is equal to 0 to 10 minus 1 whole power r 10zr 1 by 2 power r plus 3 power r by 2 power 2r plus 7 power r by 2 cube power r plus 15 power r by 2 power 4r plus etc. സോ നമുക്ക് ഈ സീരീസിന്റെ സമ്മിന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കിപ്പോൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന സീരീസ് ഞാൻ എഴുതിയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് 2 power 2r എന്ന് പറയുന്നത് നമുക്ക് 4 power r ആയിട്ട് എഴുതാം. 2 power 3r നെ നമുക്ക് 8 power r എന്ന് എഴുതാം. 2 power 4r നെ നമുക്ക് 16 power ആയിട്ട് r ആയിട്ട്. സോ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മ് ഇങ്ങനെയാണ്. സോ ഇപ്പൊ ഞാൻ ഇത് ഹോൾ പവർ r ആയിട്ട് എഴുതാൻ പോകുന്നത് സെയിം പവർ ആയതുകൊണ്ട് എല്ലാത്തിനും. സോ നമുക്ക് കിട്ടുന്ന സമ്മ് ഇങ്ങനെയാണ്. സോ ഇപ്പൊ ഞാൻ ഈ സിഗ്മ നൊട്ടേഷനെ എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെ എഴുതാം. പ്ലസ് എക്സെട്ര എന്ന് എഴുതുന്നത് ഞാൻ ഫസ്റ്റ് രണ്ട് സം മാത്രം കാണിക്കാം. സോ ഇതെങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. സോ നമുക്ക് ഈ സമ്മിന്റെ വാല്യൂ ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1 മൈനസ് എക്സ് ഹോൾ പവർ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ആർ ഇസ് ഇക്വൽ ടു 0 ടു n മൈനസ് 1 ഹോൾ പവർ ആർ എൻ സി ആർ എക്സ് പവർ ആർ ആണ്. സോ നമ്മൾ ഈ ടേമും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് എഴുതാൻ പറ്റുന്നതാണ്. എല്ലാത്തിലും നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 2 ഹോൾ പവർ 10 പ്ലസ് 1 മൈനസ് 3 ബൈ 4 ഹോൾ പവർ 10 പ്ലസ് 1 മൈനസ് 7 ബൈ 8 ഹോൾ പവർ 10 പ്ലസ് എക്സെട്ര ആണ്. സോ ഇപ്പൊ നമ്മൾ അകത്തുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 2 whole power 10 plus 1 by 4 whole power 10 plus 1 by 8 whole power 10. സോ ഇതിനെ നമ്മളിപ്പോൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ 1 by 4 നെ നമുക്ക് 1 by 2 സ്ക്വയർ ആയിട്ട് എഴുതാം. 1 by 8 നെ നമുക്ക് 1 by 2 ക്യൂബ് ആയിട്ട് എഴുതാം. സോ അത് എഴുതാം. സോ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ ഒരു GP ആയിട്ടാണ്, ദാറ്റ് ഈസ് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ നമുക്കറിയാം GPയുടെ സം എന്ന് പറയുന്നത്
equal to a by 1 minus r when r less than 1. r എന്ന് പറയുന്നത് കോമൺ റേഷ്യോവും a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. സോ ഇവിടെ r എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ലെസ് ദാൻ 1 ആണ്. അതാണ് നമ്മൾ ഈ സം എഴുതുന്നത്. സോ ഇപ്പൊ ഞാൻ ഇതിന്റെ സം എഴുതുമ്പോൾ ഈക്വൽ ടു 1/2 ഹോൾ പവർ 10 by 1 minus 1/2 whole power 10. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 1/2 power 10 minus 1. സോ ഇതാണ് ആ സീരീസിന്റെ സം. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12. The number of mappings which are not onto on a set A is equal to set of all 1, 2, 3, 4s. സോ ഈ മാപ്പിൽ ഓൺ ടു അല്ലാണ്ട് എത്ര മാപ്പിംഗ്സ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഇപ്പൊ നമുക്ക് രണ്ട് സെറ്റ് എ ബി ഉണ്ട്. സോ അതിൽ നമുക്ക് എത്ര ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. കാർഡിനാലിറ്റി ഓഫ് ബി പവർ കാർഡിനാലിറ്റി ഓഫ് ഇ, ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ആണ്. സോ ഇപ്പൊ നമ്മള് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എ ഇസ് ഈക്വൽ ടു 1, 2, 3, 4 ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് തന്നെ മാപ്പ് ചെയ്യണ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ പവർ കാർഡിനാലിറ്റി ഓഫ് എ ആണ്. സോ ഇവിടെ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 4. സോ 4 പവർ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 256. ഇപ്പൊ എ ടു ബിയില് എത്ര ഓൺ ടു ഫങ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കാർഡിനാലിറ്റീസ് രണ്ടിന്റെ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് എം ഫാക്ടോറിയൽ ആണ്. സോ ഇവിടെ നമുക്ക് കാർഡിനാലിറ്റീസ് ഈക്വൽ ആണ്. സോ ദെയർഫോർ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 24. നമുക്ക് എത്ര മാപ്പിംഗ്സ് ഉണ്ട് വിച്ച് ആർ നോട്ട് ഓൺ ടു എന്നാണ് വേണ്ടത്. സോ നമ്മൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് നമ്പർ ഓഫ് ഓൺ ടു മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് 256 minus 24 that is equal to 232. സോ ഇങ്ങനെ നമുക്ക് കുറെ ഫോർമുലാസ് ഉണ്ട്. എങ്ങനെ നമ്പർ ഓഫ് ഫങ്ഷൻസ്, നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ്, നമ്പർ ഓഫ് 1 ഫങ്ഷൻസ്, അതൊക്കെ ഞാൻ റിയൽ അനാലിസിസ് കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, കോഴ്സ് വീഡിയോയിൽ. നിങ്ങൾ നോക്കാം. സോ ഇപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 232 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. So next question 13. The domain of f of x equal to sin inverse x minus 2 by 2 minus log 3 minus x. So ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കാം. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ എഴുതിയിരിക്കുകയാണ്. സോ ഇതിന്റെ ഡൊമെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻസ് എവിടെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് നോക്കണം. സോ നമുക്കറിയാം സൈനിന്റെ വാല്യൂ എപ്പോഴും -1ഉം 1ന്റെ ഇടയ്ക്കാണ്. സോ നമ്മുടെ സൈൻ ഇൻവേഴ്സിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് -1 1ന്റെ ഇടയ്ക്കായിരിക്കും. സോ ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x minus 2 by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇത് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാണ്. സോ ഇപ്പൊ ഞാനിത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിട്ടും. ഇപ്പൊ ഞാൻ ഈ ഇൻഇക്വാളിറ്റിയിൽ +2 വെച്ച് ആഡ് ചെയ്യാണ് ഹോൾ ഇൻഇക്വാളിറ്റീനെ. സോ നമുക്ക് കിട്ടുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇപ്പോ ലോഗിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്. സോ നമ്മുടെ 3 മൈനസ് x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇപ്പൊ ഞാൻ 3 വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഞാൻ x ഇപ്പുറത്തെ സൈഡ് എടുക്കുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് 3 ഗ്രേറ്റർ ദാൻ x. സോ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് നമുക്ക് ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 3. സോ നമ്മളിപ്പോ ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ റിയൽ ലൈനിൽ മാർക്ക് ചെയ്യാണ്. ഇപ്പൊ റിയൽ ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. സോ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി. ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന പോയിന്റ്സ് മാത്രം, അതായത് 0, 4, 3 വേണ്ട പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്യണുള്ളൂ. സോ 0 പിന്നെ 3 പിന്നെ 4. സോ ഇപ്പൊ നമ്മുടെ ഈ കണ്ടീഷനിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. സോ
സോ നമ്മുടെ ഇവിടെ തൊട്ട് ഇവിടം വരെ നമ്മൾ സോ 0 4 ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ ആ ലൈൻ വരയ്ക്കുകയാണ്. 0 4 ഇൻക്ലൂഡഡിനാണ് ഞാൻ ഈ വര വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ലോഗിന് എക്സ് ലെസ് ദാൻ 3 ആയിട്ടുള്ള വാല്യൂസ്. ഇവിടെ നമ്മൾ 3 ഇൻക്ലൂഡഡ് അല്ല, 3ന്ന് നമ്മൾ ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് നമ്മളിത് വരയ്ക്കണം. 3 ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സർക്കിൾ വരച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക ഈ രണ്ട് കേസും സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുകയാണ്. സോ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കാം. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ക്ലോസ്ഡ് 0 ഓപ്പൺ 3 ആണ് കിട്ടുന്നത്. സോ നമ്മുടെ ഡൊമൈൻ is equal to closed 0 open 3. സോ ഇപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. So next question, question 14. The graph of the function cos x into cos x plus 2 minus cos square x plus 1. ഈ ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത്. സോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാൻ എഴുതിയിരിക്കുകയാണ്. എപ്പോഴും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ സിംപ്ലസ്റ്റ് ഫോം ആണോ നോക്കണം. ഇല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ നിങ്ങളത് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ അറിയുന്ന ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യുക. സോ ഞാനിവിടെ ഫോർമുലാസ് യൂസ് ചെയ്തിരിക്കുകയാണ്. കോസ് എ ഇൻറ്റു കോസ് ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം. പിന്നെ കോസ് സ്ക്വയർ തീറ്റാനെ നമുക്ക് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. സോ ഈ രണ്ട് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ഹാഫ് ഓഫ് കോസ് ഓഫ് എക്സ് പ്ലസ് 2 പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് 1 പ്ലസ് കോസ് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 2. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 കോസ് ഓഫ് 2x പ്ലസ് 2 പ്ലസ് കോസ് ഓഫ് മൈനസ് 2 മൈനസ് 1 ബൈ 2 മൈനസ് കോസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേമും ഓപ്പോസിറ്റ് സൈൻസ് ആണ്, സെയിം ടേംസ് ആണ്. സോ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. സോ ക്യാൻസൽ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ആൻഡ് ഓൾസോ നോട്ട് ചെയ്യുന്നത് കോസ് ഓഫ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് കോസ് ആൽഫ ആയിട്ട് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കോസ് 2 മൈനസ് ഹാഫ് എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോസ് 2 മൈനസ് 1 ബൈ 2. ഇവിടെ നമ്മൾ വീണ്ടും ഫോർമുല യൂസ് ചെയ്യാണ്. നമുക്കറിയാം സൈൻ സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 ബീറ്റ ബൈ 2 ആണ്. സോ ഇവിടെ നമുക്ക് മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഓഫ് 1 മൈനസ് കോസ് 2 ബൈ 2 എന്ന് കിട്ടും. സോ ഇതിന് നമുക്ക് മൈനസ് സൈൻ സ്ക്വയർ 1 ആയിട്ടുണ്ട്. therefore y is equal to മൈനസ് സൈൻ സ്ക്വയർ 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് വിത്ത് സ്ലോപ്പ് m ആൻഡ് y ഇന്റർസെപ്റ്റ് c. സോ ഈ ഇക്വേഷനും നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ y എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് വിത്ത് സ്ലോപ്പ് 0 ആൻഡ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സൈൻ സ്ക്വയർ 1. ദാറ്റ് ഈസ് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയിരിക്കുന്നത് പാസിംഗ് ത്രൂ മൈനസ് സൈൻ സ്ക്വയർ 1 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. സോ ഇത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കുമെന്ന്. ആൻഡ് ഇപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ മൈനസ് സൈൻ സ്ക്വയർ 1 ആൻഡ് സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് പറയാം. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. The value of integral minus pi by 3 to pi by 3 log of 4 plus 3 sin theta divided by 4 minus 3 sin theta. സോ ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ ഞാൻ എഴുതിയിരിക്കുകയാണ്. സോ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഡെഫിനറ്റ് ഇന്റഗ്രൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന് ഒരു ഓഡ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ആണോ എന്നാണ്. സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും, വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഇന്റഗ്രലിന്റെ അകത്തുള്ളത് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് 4 പ്ലസ് 3 സൈൻ തീറ്റ ഡിവൈഡ് ബൈ 4 മൈനസ് 3 സൈൻ തീറ്റ. ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. സോ ഈവൻ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് കിട്ടും. ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് മൈനസ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ എന്ന് കിട്ടും. സോ ഇപ്പൊ നമുക്ക് എഫ് ഓഫ് മൈനസ് തീറ്റ എടുത്ത് നോക്കാം. സോ ദാറ്റ് ഇസ് തീറ്റയിൽ നമ്മൾ
minus theta which replace here. So f of minus theta is equal to log of 4 plus 3 sine of minus theta divided by 4 minus 3 sine of minus theta. നമുക്കറിയാം sine of minus alpha എന്ന് പറയുന്നത് minus sine alpha ആണ്. So നമ്മൾ അത് substitute ചെയ്യാണ്. So this is equal to log of 4 minus 3 sine theta by 4 plus 3 sine theta. So നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. So ഇതിന് നമുക്ക് എങ്ങനെ മൈനസ് എഫ് ഓഫ് തീറ്റ അല്ലെങ്കിൽ എഫ് ഓഫ് തീറ്റ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുമോ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം ലോഗ് ഓഫ് എ ബൈ ബിനെ നമുക്ക് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ബി ബൈ എ ഹോൾ ഇൻവേഴ്സ് ആയിട്ട് എഴുതാം. സോ ഇപ്പൊ ഞാൻ അത് ചെയ്യാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് 4 പ്ലസ് 3 സൈൻ തീറ്റ ബൈ 4 മൈനസ് 3 സൈൻ തീറ്റ. ഓൾസോ നമുക്കറിയാം ലോഗ് ഓഫ് ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് ലോഗ് ഓഫ് ആൽഫ. സോ നമുക്ക് ഇതിനെ ഈക്വൽ ടു minus log of 4 plus 3 sin theta divided by 4 minus 3 sin theta എന്ന് എഴുതാൻ പറ്റും. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എഫ് ഓഫ് തീറ്റ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് തീറ്റ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. സോ നമ്മുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഇന്റഗ്രലിന്റെ വാല്യൂ ഈക്വൽ ടു 0. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 0 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. The slope of the tangent to the curve y is equal to integral x to x square log t dt at x equal to 2s. സോ ഈ കർവിന്റെ ടാൻജന്റ് സ്ലോപ്പ് ആണ് വേണ്ടത്. സോ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന കർവ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ ഇന്റഗ്രൽ ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ കർവ് കണ്ടുപിടിക്കാൻ നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇതിന് ഞാൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വഴിയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇന്റഗ്രേറ്റ് ചെയ്ത് ഞാൻ ഫൈനൽ ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ടി ലോഗ് ടി മൈനസ് 1 വിത്തിൻ ദ ലിമിറ്റ്സ് എക്സ് ടു എക്സ് സ്ക്വയർ. ഇപ്പൊ ഞാൻ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് y is equal to x square into log x square minus 1 minus x into log x minus 1. സോ ഇതാണ് നമ്മുടെ കർവ്. സോ ഇതിന്റെ നമ്മുടെ സ്ലോപ്പ് ആണ് വേണ്ടത്. സോ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഇപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. സോ y പ്രൈം ഇസ് ഈക്വൽ ടു x square into ഇതിന്റെ ഡിഫറൻസിയേഷൻ ഇവിടെ ഞാൻ യു വി മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഇസ് 2x പ്ലസ് log of x square minus 1 into x squareന്റെ ഡിഫറൻസിയേഷൻ 2x minus x into log x minus 1 ന്റെ ഡിഫറൻസിയേഷൻ 1 by x plus log x minus 1 into 1 x ന്റെ ഡിഫറൻസിയേഷൻ. സോ ഇപ്പൊ ഞാനിത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2x plus 2x log x square minus 2x minus 1 minus log x plus 1. ഇവിടെ ടേംസ് ഓപ്പോസിറ്റ് സൈൻ ആയിട്ടുള്ളതൊക്കെ ഞാൻ നെഗ്ലക്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 2x log x square minus log x. സോ therefore നമ്മുടെ സ്ലോപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത് y dash is equal to 2x log x square minus log x. നമുക്ക് സ്ലോപ്പ് at x equal to 2 ആണ് വേണ്ടത്. സോ എക്സിന് നമ്മൾ 2 കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് y dash of 2 കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 log 2 സ്ക്വയർ മൈനസ് log 2. സോ നമുക്കറിയാം log x പവർ m നെ നമുക്ക് m log x എന്ന് എഴുതാം. സോ ഇവിടെ log 2 പവർ 2 നെ നമുക്ക് 2 log 2 എന്ന് എഴുതാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 4 into 2 log 2 minus 2. സോ ഇവിടെ നമുക്ക് 8 log 2 minus log 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 7 log 2. സോ ഇതാണ് നമ്മുടെ ടാൻജന്റിന്റെ സ്ലോപ്പ്. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 log 2 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Next question, question 22. Consider the series sigma n is equal to 1 to infinity cos nx by n square x element of R. Let 1 and 2 be two statements about this series given by first, the series is uniformly convergent on R. Second, the series is absolutely convergent for each x in R. Then, so നമുക്ക് ഒരു സീരീസ് തന്നിട്ടുണ്ട്.
And series based ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സീരീസിന്റെ യൂണിഫോം കൺവേർജൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോം കൺവേർജൻസ് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഒരു സീരീസ് യൂണിഫോംലി കൺവേർജന്റ് ആണെന്ന് പറയാൻ നമുക്കൊരു കൺവേർജന്റ് സീരീസ് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് മോഡുലസ് fn of x less than or equal to mn for every x element of R ആയിരിക്കും. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സീരീസ് ഇതാണ്. സോ fn എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാർട്ടാണ്. സോ fn is equal to cos nx by n square. സോ നമുക്കിപ്പോൾ ഇതിനെ മോഡുലസ് എടുക്കണം. മോഡുലസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു mn ആയിട്ടുള്ള ഒരു ടേം കിട്ടണം. സോ ഇപ്പൊ ഇതിന്റെ മോഡുലസ് എടുക്കാണ്. സോ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. നമുക്കറിയാം കോസിന്റെ വാല്യൂ എപ്പോഴും ബിറ്റ്വീൻ -1 to 1 ആണ്. സോ മോഡുലസ് കോസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇത് നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ ഇറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n square. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ mn ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സീരീസ് ദാറ്റ് ഇസ് സിഗ്മ 1 by n square കൺവേർജന്റ് ആണോ എന്ന് നോക്കാം. അതെ, കൺവേർജന്റ് ആണ്. എങ്ങനെയാ? നമ്മുടെ പി സീരീസ് ടെസ്റ്റ് വഴി നമ്മുടെ സിഗ്മ mn is equal to സിഗ്മ n is equal to 1 by n square എന്ന് പറയുന്നത് കൺവേർജൻ ബൈ പി സീരീസ് ടെസ്റ്റ്. സോ നമ്മുടെ സിഗ്മ mn ഒരു കൺവേർജൻ സീരീസ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ fn ഈ സീരീസ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജൻ ആണ്. സോ ഇപ്പൊ നമുക്ക് അബ്സല്യൂട്ട്ലി കൺവേർജൻ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സോ അബ്സല്യൂട്ട്ലി കൺവേർജൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ ആണ് ചെക്ക് ചെയ്യാൻ. അതിന്റെ മോഡുലസ് fn of x എന്ന് പറഞ്ഞ കൺവേർജൻ ആവും. സോ നമുക്ക് തന്നിരിക്കുന്നത് fn of x എന്ന് പറയുന്നത് cos nx by n square ആണ്. സോ സിഗ്മ മോഡ് കൺവേർജന്റ് ആണെന്ന് കാണിക്കുക നമ്മൾ മോഡുലസ് fn of x കൺവേർജന്റ് ആണ് കാണിക്കാൻ പോവാണ്. മോഡുലസ് fn of x എടുക്കാണ്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി മുന്നേ ചെയ്ത പോലെ തന്നെ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n square എന്ന് കിട്ടും. സോ നമ്മളിവിടെ കമ്പാരിസൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇതൊരു സീരീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ 1 by n square എന്നത് പി സീരീസ് ടെസ്റ്റ് വെച്ചിട്ട് കൺവേർഷൻ ആണ്. ദാർഫോർ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ സിഗ്മ മോഡ് fn of x എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്. സോ സിഗ്മ മോഡ് fn is കൺവേർജന്റ് ആണെങ്കിൽ നമ്മുടെ സിഗ്മ fn of x is absolutely കൺവേർജൻ ആണ്. സോ നമ്മുടെ സീരീസ് എന്ന് പറഞ്ഞാൽ ബോത്ത് യൂണിഫോംലി കൺവേർജൻ ആൻഡ് അബ്സല്യൂട്ട്ലി കൺവേർജൻ ആണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. ലിമിറ്റ് n tends to infinity square root of n square plus n minus n. സോ ഈ ടേമിന്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ സ്ക്വയർ റൂട്ടിന്റെ അകത്ത് നിന്ന് n സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity സ്ക്വയർ റൂട്ട് ഓഫ് n സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് n ബൈ n സ്ക്വയർ മൈനസ് n കിട്ടും. ഇത് നമുക്ക് 1 by n കിട്ടും. ഇപ്പൊ ഞാൻ n സ്ക്വയർ സ്ക്വയർ റൂട്ടിന്റെ പുറത്തെടുക്കുകയാണ്. സോ സ്ക്വയർ റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് n ആണ് കിട്ടുന്നത്. സോ സൂക്ഷിച്ച് ചെയ്യണം ഇതൊക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity n ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ n മൈനസ് n. ഇപ്പൊ ഈ രണ്ട് ടേമിൽ നിന്ന് ഞാൻ n കോമൺ എടുക്കുകയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity n ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ n മൈനസ് 1. പിന്നെ സ്ക്വയർ റൂട്ടിനെ ഞാൻ 1 by 2 വെച്ച് റീപ്ലേസ് ചെയ്യാം. that is whole power 1 by 2 വെച്ച് റീപ്ലേസ് ചെയ്യാം. that is equal to limit n tends to infinity n into 1 plus 1 by n whole power 1 by 2 minus 1. ഇപ്പൊ ഞാൻ ഈ ടേമിൽ ഞാൻ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാണ്. that is നമുക്കറിയാം 1 plus x whole power n എന്ന് പറയുന്നത് 1 plus nx plus n into n minus 1 by 2 factorial x square plus etc. സോ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സിന് പകരം 1 by n ഉം n ന് പകരം 1 by 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to limit n tends to infinity n into 1 plus 1 by 2 into 1 by n plus 1 by 2 into 1 by 2 minus 1 into 1 by n square into 1 by 2 factorial plus etc. So നോക്കുമ്പോൾ ഈ 1 ഉം
ഈ 1 ക്യാൻസൽ ആവും. ബാക്കി റിമൈനിങ് ഈ ടേംസ് ആണുള്ളത്. ഇപ്പൊ ഞാൻ ഈ n ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1/2 പ്ലസ് 1/2 into 1/2 minus 1 into 1/n ആവും. 1/2 factorial plus etc. ബാക്കി എല്ലാ ടേംസിനും നമുക്ക് 1/n ന്റെ പവേഴ്സ് ആയിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ നമുക്ക് അത് ഇങ്ങനെ കിട്ടും. സോ ഇപ്പൊ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേംസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും 0 ആവും. ബിക്കോസ് നമുക്ക് 1/n ന്റെ പവേഴ്സ് ആയിട്ടാണ് ഉള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Next question 48. Let V be the vector space of all polynomials of degree less than or equal to 2 over the reals. Which of the following is not a basis of V? നമുക്കൊരു വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്. സോ ആ വെക്ടർ സ്പേസിന്റെ തന്നിരിക്കുന്ന സെറ്റ്സില് ഏതാണ് ബേസിസ് അല്ലാണ്ട് വരാ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിസൾട്ട് നോക്കാം. സോ നമുക്കറിയാം ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലും ബേസിസിൽ അതേ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണെങ്കിൽ ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത് ബേസിസ് ഫോം ചെയ്യും. സോ ഇപ്പൊ നമുക്ക് വെക്ടർ സ്പേസ് എന്ന് പറയുന്ന പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ വെക്ടർ സ്പേസിന്റെ സ്റ്റാൻഡേർഡ് ബേസിൽ നമുക്ക് കാണുമ്പോൾ 1 x and x square ആണ്. സോ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേസിസ് ആണ്. സോ നമ്പർ ഓഫ് ബേസിസ് എലമെന്റ്സ്. സോ അതിൽ നമുക്ക് 3 എലമെന്റ്സിന് 1 x x square. സോ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ ഇപ്പോൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് കണ്ടെയ്നിങ് 3 എലമെന്റ്സ് എന്ന് പറയുന്നത് വിന്റെ ബേസിസ് ആയിട്ട് ഫോം ചെയ്യും. സോ നമ്മളിവിടെ ബേസിസ് അല്ലാണ്ട് വരാവുന്ന ഒരു സെറ്റാണ് നമുക്ക് വേണ്ടത്. സോ ഇതിൽ ഏതാണ് നോട്ട് ലീനിയർലി ഡിപെൻഡന്റ്, ദാറ്റ് ഈസ് ലീനിയർലി ഡിപെൻഡന്റ് ആവുന്ന കേസാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ ഞാൻ 2 ഓപ്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഓപ്ഷൻ എ കാണിക്കുകയാണ്. സോ ഇപ്പൊ നമുക്ക് ഈ സെറ്റ് തന്നിട്ടുണ്ട്. സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. സോ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്, ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ മെട്രിക്സ് രൂപത്തിൽ എഴുതാണ്. ഇതെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് 1, ഇത് കോഎഫിഷ്യന്റ് ഓഫ് x, കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ. സോ ഇവിടെ 1 2 1 വരും. 1 1 0 0 0 1. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് എടുത്താലും കുഴപ്പമില്ല. റോ റെഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഡിറ്റർമിനന്റ് കിട്ടുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ ഞാനിപ്പോ റോ റെഡ്യൂസ് ചെയ്യാണ്. സോ ദിസ് ഇംപ്ലൈസ് ദിസ് മെട്രിക്സ് ആൻഡ് ഇതിനെ ഞാൻ വീണ്ടും റോ റെഡ്യൂസ് ചെയ്യാണ്. സോ നമുക്ക് ഇത് കിട്ടും. വീണ്ടും ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മെട്രിക്സ് കിട്ടും. ഞാൻ ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ എടുത്താലും കുഴപ്പമില്ല, എന്നാലും ഇതെടുക്കുന്നത് എളുപ്പമല്ലേ. സോ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ therefore നമ്മുടെ ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വി എന്ന് പറയുന്ന ആ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആവുന്നുണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ എ അല്ല. ഇപ്പൊ ഞാൻ ഓപ്ഷൻ ഡി കാണിക്കുകയാണ്. സോ ഡി എഴുതാണ്. അതേപോലെ മെട്രിക്സ് എടുക്കുക, കോൺസ്റ്റന്റ്, പിന്നെ എക്സ് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻസ്. സോ ഇതിനെ ഡയറക്ട്ലി എടുക്കുകയാണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല ഡിറ്റർമിനന്റ്. ഇപ്പൊ ഞാൻ റോ റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ലാസ്റ്റ് റോ 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഡിറ്റർമിനന്റ് 0 ആയിട്ട് കിട്ടും. സോ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ നമ്മുടെ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ നമ്മുടെ ഈ സെറ്റ് എന്ന് പറയുന്നത് ഡിന്റെ ബേസിസ് ആയിട്ട് വരില്ല. സോ ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ ഓപ്ഷന് ഡി ആണ് കറക്റ്റ്. Next question 49. Consider the vector space R3 over R. Which of the following is a subspace of R3? So നമുക്ക് R3 ല് ഏത് സെറ്റ് ആണ് സബ്സ്പേസ് ആവുക എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. So first of all subspace-ന്റെ definition നോക്കാം. So W is a subspace of vector space V if 0 element of W പിന്നെ alpha u plus beta v element of W for every u v element of W. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സ്കെയിലേഴ്സ് ആണ്. ഇതിപ്പോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. സോ എങ്ങനെയാന്ന് വെച്ചാൽ ബി സി ഡി നോക്കാം. ബി സി ഡിയിൽ ഞാൻ പറയാം
സീറോ എലമെന്റ് അല്ല. എങ്ങനെയാന്ന് വെച്ചാൽ സീറോ ഈ ബിയിലെ എലമെന്റ് ആണെന്ന് വിചാരിക്കാം. സോ എന്താ പറ്റുക, 0 0 0 എന്ന് നമുക്കൊരു എലമെന്റ് അല്ല. സോ അപ്പൊ അങ്ങനെയാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ആ എലമെന്റ്. സോ നമുക്ക് 0 + 0 = 0 + 2. സിംപ്ലൈസ് ചെയ്യുന്നത് എന്താ, 0 = 2 ആണ്. സോ അത് നമ്മുടെ കോൺട്രഡിക്ഷൻ ആണ്. സോ 0 doesn't belongs to ഈ സെറ്റ്. സിമിലർലി നമുക്ക് സിയും പറയാം ഡിയും പറയാം. സോ ഓപ്ഷൻ ബി വരില്ല, സി വരില്ല, ഡി വരില്ല. സോ ഇതൊരു MCQ പ്രോബ്ലം ആണ്. ഒബ്വിയസ്ലി എ ആണ് കറക്റ്റ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ രണ്ട് കണ്ടീഷൻസ് എന്തായാലും ശരിയായിരിക്കും. എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എ ആണ്.